പറഞ്ഞിരുന്നു. സിറാജുൽ ഹുദയിൽ ജോലി ചെയ്യുന്ന ഒരു അമുസ്ലിമായ സുഹൃത്തുണ്ട്. അവനൊരു ദിവസം മാല ധരിച്ചു വന്നു. സാധാരണ പോകുമ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഭക്ഷണം കഴിച്ചോ കൂടെ കഴിച്ചോടെ ഞാൻ സാധാരണ ചോദിക്കാറുണ്ട്. അപ്പോൾ ഒരു ദിവസം കണ്ടപ്പോൾ ഞാൻ കുട്ടിയായിട്ട് സിറാജുൽ ഹുദയിൽ പഠിക്കുന്ന സമയത്താണ്. ആ മുസ്ലിം സുഹൃത്തിനോട് ഞാൻ ചോദിച്ചു, ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ, നമ്മൾ ഭക്ഷണം കഴിച്ചാലോ എന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്കിപ്പോൾ ഭക്ഷണം കഴിക്കാൻ പറ്റൂല. ഞാൻ ചോദിച്ചു, നോമ്പാന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, അല്ല, ഞാൻ മാല ധരിച്ചാൽ എനിക്ക് മുസ്ലിമീങ്ങളെ വീട്ടിൽ നിന്നും ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിക്കാൻ പറ്റൂല. ഞാൻ അവനോട് ചോദിച്ചില്ല, ഇതെന്ത് മതാടോ എന്റെ മതം, എന്താ എന്റെ സ്ഥാപനത്തിന് അല്ലെങ്കിൽ നമ്മളെ കൂടെ ഭക്ഷണം കഴിക്കുമ്പോഴേക്ക് പൊളിഞ്ഞു പോകുന്ന മത എന്റെ മതം? ഞാൻ ചോദിച്ചിട്ടില്ല. എന്തുകൊണ്ട് ചോദിച്ചില്ല? അത് അവന്റെ വിശ്വാസമാണ്. അവന്റെ വിശ്വാസത്തിൽ പോയി ഒരിക്കലും അവന്റെ വിശ്വാസത്തെ കളങ്കം വരുത്താൻ പാടില്ല. ഞാനത് അംഗീകരിച്ചു എന്ന് മാത്രമല്ല, അവന്റെ മതം അംഗീകരിച്ച് ജീവിക്കുന്നതിന് അവൻ ആദരിച്ചു. ഞാൻ അവനെ ഒരിക്കലും രണ്ടാമത് പിന്നെ വിളിച്ചിട്ടില്ല. അപ്പോഴേക്ക് എന്തൊരു തീവ്രവാദമുള്ള മതാണ് ഈ മാല ധരിക്കുമ്പോഴേക്ക് നമ്മളെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചാൽ പൊട്ടിപ്പോന്ന മതാണ് എന്നൊന്നും പറയാൻ പാടില്ല. അത് അവരുടെ മതത്തിന്റെ ആചാരമാണ്. അവന്റെ മതം അനുസരിച്ച് ജീവിക്കാൻ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഇതുപോലെ ഒരു മുസ്ലിമിന്റേതായ ആചാരങ്ങളുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഒരു ദിവസം കുറ്റ്യാടി സിറാജുൽ ഹുദയിൽ ഒരു വിഭാഗം വന്നു. അവരൊരു ആവശ്യവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ വന്നതാണ്. അവരൊരു അമ്പല കമ്മിറ്റിയുടെ ആളുകളാണ്. അവരെന്നോട് പറയുന്ന കൂട്ടത്തിൽ എന്തോ പറയുമ്പോ ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ പ്രതിനിധിയെ നിങ്ങളുടെ അടുത്തേക്ക് അയക്കാന്ന് പറഞ്ഞു. അപ്പൊ അവരെന്നോട് പറഞ്ഞു, എന്റെ അടുത്തേക്ക് അയക്കുന്നതിന് കുഴപ്പമില്ല, എന്റെ വീട്ടിലയച്ചോ, അത് എന്റെ അമ്പലത്തിലേക്ക് അയക്കരുത് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ എന്തേ? ഞാൻ അമ്പലത്തിലയക്കാൻ വേണ്ടിയല്ല, എനിക്ക് പഠിക്കാൻ വേണ്ടി ചോദിച്ചാൽ. ഞാൻ എന്തേ ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു, നിങ്ങളെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ആ സമയത്ത് വന്നാൽ ഞങ്ങളെ പൂജയുടെ സമയമാണ്, അശുദ്ധിയായി കൊണ്ടുവരാൻ പാടില്ല. ഞാൻ അയാളോട് അതെന്താ ശുദ്ധിയാണ് എന്ന് ചോദിച്ചിട്ടില്ല. എനിക്കതിന്റെ മസലയൊന്നും അറിയില്ല കേട്ടോ. എനിക്ക് ആ വകയിൽ എന്താണ് അശുദ്ധി എന്നുള്ള മസലയൊന്നും എനിക്കറിയില്ല. ഞാൻ മസല ചോദിക്കാനും പോയിട്ടില്ല, കാരണം പിന്നെ ചോദിക്കാൻ പാടില്ല എന്ന് എനിക്കറിയാം. അങ്ങനെ ഒരു വിശ്വാസമുണ്ടെങ്കിൽ അത് അവന്റെ വിശ്വാസമാണ്. അവിടെ അവന്റെ വിശ്വാസത്തെ കളങ്കം വരുത്താൻ പാടില്ല. ഇത് തന്നെയാണ് ഒരു മുസ്ലിമിനും പറയാനുള്ളത്. മുസ്ലിമിന്റേതായ വിശ്വാസമുണ്ട്, ആചാരമുണ്ട്. ആചാരങ്ങളെ വിട്ടുകളയരുത്. അവിടെ ഒരിക്കലും മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ അവന്റെ ആഘോഷത്തിൽ നമ്മൾ പങ്കുചേരലല്ല, അവന്റെ തൊപ്പി നമ്മളും ധരിക്കലല്ല, അവന്റെ വേഷവിധാനം നമ്മളും ധരിച്ചിട്ട് ആഘോഷിക്കലല്ല. അത് തെറ്റിദ്ധാരണയാണ്. മറിച്ച് ആദരവ് എന്ന് പറയല് അവന്റെ ആഘോഷങ്ങൾക്ക് അവന് അനുമതി കൊടുക്കലാണ്. അതേ സ്ഥാനത്ത് അതിൽ വിശ്വാസമില്ലാതെ അവന്റെ വിശ്വാസത്തിനനുസരിച്ചുള്ള വേഷവിധാനം നടത്തിയിട്ട് അവന്റെ മുന്നിൽ കോപ്രാട്ടി കാണിച്ച് കോമാളിത്തരം കാണിച്ചാൽ അത് അവന്റെ മതത്തെ നിസാരപ്പെടുത്തലാണ് എന്നാണ് ഞാൻ പറയുന്നത്. പറഞ്ഞത് മനസ്സിലായോ? അവന്റെ മതത്തെ നിസാരപ്പെടുത്തലാണ്. അവന്റെ മതത്തിന്റെ ആചാരപ്രകാരം തൊപ്പി ധരിക്കുമ്പോ അവൻ ഏതോ ചോപ്പും വെള്ളയൊക്കെ ആയിട്ടുള്ള ഏതോ ഒരു ക്രിസ്മസിന്റെ തൊപ്പി ധരിക്കുമ്പോ അതുപോലെ വിശ്വാസമില്ലാത്ത നീയും ധരിച്ചിട്ട് അവനെ കോപ്രാട്ടി കാണിക്കരുത്. നീ അവന്റെ മുന്നിൽ കോമാളിയാകരുത്. അത് അവന്റെ ആചാരങ്ങളെയും അവന്റെ വിശ്വാസങ്ങളെയും നീ കൊണ്ടുപോയി തകർത്തുകളയാണ്, നിസാരപ്പെടുത്തലാണ്. അതാണ് യഥാർത്ഥത്തിൽ തീവ്രവാദം എന്ന് പറയുന്നത്. അവന്റെ ആചാരങ്ങളിൽ വിശ്വാസമില്ലാതെ അവന്റെ ആചാരത്തെ ശരീരത്തിൽ പകർത്തിയെടുത്തിട്ട് കോമാളിത്തരം കാണിക്കുന്ന സ്വഭാവമുണ്ടല്ലോ, അതാണ് യഥാർത്ഥത്തിൽ അവന്റെ വിശ്വാസത്തിന് കളങ്കം വരുത്തുന്ന സ്വഭാവം എന്ന് പറയുന്നു. അവിടെ ഞാൻ എന്റെ വിശ്വാസികളോട് പറയുന്നു, ഒരിക്കലും മറ്റു മതക്കാരുടെ ആചാരങ്ങളെ കോപ്പിയടിക്കുന്നവരാകരുത്. അവരുടെ ആചാരങ്ങളെ ജീവിതത്തിൽ ആഘോഷിക്കുന്നവരാകരുത്. അവരുടെ ആരാധനകളെ കൊണ്ടുപോയി ആഘോഷിക്കുന്നവരാകരുത്. അത് ജീവിതത്തിൽ എടുത്തിട്ട് അവരുടെ ബഹുമാനം നഷ്ടപ്പെടുത്തുന്നവരാകരുത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളെ പള്ളിയിലെ ഉസ്താദ് ധരിക്കുന്ന കന്തൂറയും നമ്മളെ പള്ളിയിലെ ഉസ്താദ് ധരിക്കുന്ന തലപ്പാവും അതുപോലെ നമ്മളെ പള്ളിയിലെ ഉസ്താദുമാര് ധരിക്കുന്ന വേഷവിധാനവും നമ്മളെ ആഘോഷത്തിന്റെ ദിവസം ഒരു അമുസ്ലിമായ മനുഷ്യൻ ധരിച്ചിട്ട് വന്നിട്ട് ഞാനും നിങ്ങളെ കൂടെ ഇന്നത്തെ ആഘോഷത്തിൽ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ നിനക്കത് മനസ്സുകൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയൂ? ഇല്ലാത്തതുപോലെ അവരുടെ മതത്തിന്റെ ആചാരങ്ങളിലെ പ്രവർത്തനങ്ങളിൽ അവരെ വേഷവിധാനം നടത്തിയിട്ട് കോമാളിത്തരം ചെയ്താൽ അവരും അത് ഇഷ്ടപ്പെടൂല. അത്തരം കോപ്രാട്ടികൾ ആവർത്തിക്കരുത്, ജീവിതത്തിൽ ചെയ്തേക്കരുത്.
പ്രിയപ്പെട്ട കൂട്ടുകാരായ ചെറുപ്പക്കാരെ, ഇത് പറയുമ്പോ നമുക്ക് തോന്നുന്നു ഒരു ആഘോഷല്ലേ മുസ്ലിയാര്, കാണുന്നിടത്തൊക്കെ പോയി ആഘോഷം നിന്ന് കൊണ്ടുപോയി ചാടരുത് എന്നാ ഞാൻ പറഞ്ഞു. മുസ്ലിമിന് ആഘോഷിക്കാനുള്ളതാണ്. മുസ്ലിമിന്റെ ഏറ്റവും വലിയ പെരുന്നാൾ നിസ്കാരം എന്ന് പറയുന്നത്, പെരുന്നാളിന്റെ ദിവസം എന്ന് പറയുന്നത് ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹയും പോരാ. ഒരു വിശ്വാസിക്ക് സന്തോഷിക്കാനുള്ള ഏറ്റവും നല്ല ദിവസമാണ് പരിശുദ്ധമായ റബീഉൽ അവ്വൽ. നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ റഹ്മത്താണല്ലോ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി തങ്ങളുടെ ജന്മദിനത്തിന്റെ പേരിൽ നിങ്ങൾ പരിശുദ്ധമായ റബീഉൽ അവ്വൽ സന്തോഷങ്ങൾ അർപ്പിച്ചോളൂ, സന്തോഷങ്ങൾ പങ്കുവഹിച്ചോളൂ. ആ നേതാവിനെ പ്രസവിക്കപ്പെട്ട ദിവസം ഒരു ഈമാനുള്ള മനസ്സിന്റെ ഉള്ളിൽ അതിന്റെ പേരിൽ സന്തോഷമുണ്ടായില്ലെങ്കിൽ എന്ത് ഈമാനാ. യഹൂദികളുടെ ആചാരം വാങ്ങി വരുന്ന ഏതെങ്കിലും ദീനിന്റെ വിരോധികൾ ആ നബിതങ്ങളെ കേട്ടാനോ, ആ നബിതങ്ങളെ ലോകത്ത് സ്മരിക്കപ്പെടാതിരിക്കാനോ അത്തരം ഏതെങ്കിലും തെളിവില്ലാത്ത വാക്കുകൾ പറയുന്നത് ഉമ്മമാരെ നമ്മളെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദൈഹി ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫറഹൂ. മുഫസ്സിരീങ്ങൾ പറഞ്ഞ തഫ്സീറാണ് പറഞ്ഞത്, നബിതങ്ങളാകുന്ന റഹ്മത്ത് കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോളൂ. ഇങ്ങനെ സന്തോഷിക്കാനുള്ള വകുപ്പുകൾ നമുക്കുണ്ട്. അവിടെയൊന്നും നമ്മൾ മറികടക്കുന്നവരാകാൻ നിർവാഹമില്ല. അതാ ഞാൻ പറഞ്ഞത്, സന്തോഷത്തെ നമുക്ക് നിലനിർത്താൻ കഴിയൂല. ഒരു 10 മിനിറ്റ് നേരം നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം അടുത്ത 10 നിമിഷത്തിൽ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അടുത്ത 10 മിനിറ്റ് ചിലപ്പോൾ ദുഃഖിക്കാനുള്ളതാണ്. ഈ നിമിഷത്തിൽ ഭയങ്കര സന്തോഷത്തിലാണ്, അടുത്ത നിമിഷത്തിൽ ചിലപ്പോൾ ആ സന്തോഷം ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഈ കഴിഞ്ഞ മാസം ഞാൻ കണ്ണൂർ ജില്ലയിൽ ഒരു കല്യാണത്തിന് പോയി നോക്കുമ്പോ നേരെ അപ്പുറത്ത് ഒരു മരണ വീടുണ്ട്. അവരെന്നോട് പറഞ്ഞു, കല്യാണം ഞങ്ങൾ പെട്ടെന്ന് തീർക്കാനാണ് തീരുമാനം. ഞാൻ ചോദിച്ചു എന്ത് പറ്റിപ്പോയി? അപ്പൊ എന്നോട് പറഞ്ഞു പെട്ടെന്ന് വരണം, കല്യാണം പെട്ടെന്ന് പിരിച്ചുവിടേണ്ടതുണ്ട്. നേരെ അപ്പുറത്തെ വീട്ടിൽ അവിടെ കല്യാണം കഴിക്കാൻ വേണ്ടി ഈ വീട്ടുകാരൻ പന്തലിട്ടിട്ടുണ്ട്. അവിടെ കല്യാണം വരാനുണ്ട് നേരെ 2 ദിവസം കഴിഞ്ഞിട്ട്. ആ കല്യാണം പ്രതീക്ഷിച്ച് നിൽക്കുന്ന വീട്ടിൽ പന്തല് നനഞ്ഞിട്ടുണ്ട്. എന്തിന്? 2 ദിവസം കഴിഞ്ഞിട്ട് മകന്റെ കല്യാണമാണ്. ആ വീട്ടുകാരൻ സൈക്കിളുമായി റോഡിൽ ഇറങ്ങിയപ്പോ ഒരു ലോറി വന്ന് തട്ടി റോഡിൽ വീണ് മരിച്ചുപോയി. അള്ളാഹു ഖബറും സ്വർഗമാക്കി കൊടുക്കട്ടെ. കല്യാണ പന്തല് മാറി മരണ വീട്ടിന്റെ പന്തലായി. ഇപ്പൊ കഴിഞ്ഞ മാസം എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ പറഞ്ഞത്. ഈമാനുള്ള വിശ്വാസികളെ, ഈ സെക്കൻഡിലുള്ള സന്തോഷം അടുത്ത സെക്കൻഡിൽ ഉണ്ടാകുമെന്ന് എനിക്ക് പറയാൻ അറിയില്ല. ഈ സെക്കൻഡിലുള്ള സമാധാനം അടുത്ത സെക്കൻഡിൽ ഉണ്ടാകുമെന്ന് പറയാൻ നമുക്ക് ആർക്കും അറിയില്ല. അറിയോ? ആർക്കും അറിയില്ല. ഒരാളും ഗ്യാരണ്ടി പറയാൻ ധൈര്യമുള്ളവരില്ല, ഒരാളും ഇല്ല. അടുത്ത നിമിഷം നമ്മളെ കഥ എന്താണെന്ന് അറിയില്ല. ഇന്ന് ഞാൻ ഇവിടെ വരുമ്പോ എൻ്റെ യാത്രയുടെ ടിക്കറ്റിന്റെ സമയവും പോകാനുള്ള ടിക്കറ്റും ഒക്കെ തയ്യാറെടുക്കാൻ വേണ്ടി ഞാൻ സമയം ചെലവഴിച്ചിട്ടുണ്ട്. ടിക്കറ്റുകൾ ചിലപ്പോൾ ഇഷ്യൂ ചെയ്യപ്പെട്ടിട്ടുണ്ടാകാം. പക്ഷേ ആ ടിക്കറ്റുകൾക്ക് യാത്ര ചെയ്യാൻ ഞാൻ ഉണ്ടാകും എന്നുള്ളതിൻ്റെ എന്തെങ്കിലും ഗ്യാരണ്ടി എൻ്റെ കയ്യിലുണ്ടോ? ഇല്ല. അടുത്ത മാസം എനിക്ക് ഒരുപാട് പ്ലാനിങ്ങുകളുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് പ്ലാനിങ്ങുകളുണ്ട്. അടുത്ത മാസത്തിലേക്ക് എഴുതി വെച്ചിരിക്കുന്ന 100 കണക്കിന് പ്ലാനിങ്ങുകൾ, ഒരുപാട് നോട്ടീസുകൾ, ഒരുപാട് കത്തുകൾ, ഒരുപാട് ഒരുക്കങ്ങൾ, സന്തോഷങ്ങൾ. അറിയില്ല അടുത്ത മാസം നമ്മൾ ആരൊക്കെ ഉണ്ടാകും എന്നുള്ളതിനെ പറ്റി യാതൊരു ഗ്യാരണ്ടിയും നമ്മളെ കയ്യിലില്ല. ഈ ഒരു സന്തോഷ നിമിഷത്തെ നമുക്ക് സന്തോഷിക്കാൻ റബ്ബ് തന്നിട്ടുണ്ടെങ്കിൽ ആ റബ്ബ് പൊരുത്തപ്പെടുന്ന വിധത്തിലായിരിക്കണം, അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിലായിരിക്കണം, ആ റബ്ബിന്റെ തൃപ്തി കിട്ടുന്ന രൂപത്തിലായിരിക്കണം.